ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സ്കോട്ട്ലൻഡിലോട്ടാണ്. ലോകത്തിലെ തന്നെ വളരെയധികം പ്രശസ്തിയുള്ള, അതുപോലെ തന്നെ പ്രകൃതി രമണീയത തുളുമ്പ് നിൽക്കുന്ന സ്ഥലമായ സ്കോട്ട്ലൻഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിപ്പം ലേക്ക് ഡിസ്ട്രിക്ട് വഴിയാണ് നമ്മൾ സ്കോട്ട്ലൻഡിലോട്ട് പോകുന്നത്. അപ്പം ലേക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആംബിൾസൈഡ് പെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ ആംബിൾസൈഡ് പെയറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ തടാകമായ വിൻഡർമെറിയറിൻ്റെ അരികിലാണ് ഈ ആംബിൾസൈഡ് പെയർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മളുള്ളത് ക്രോ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ക്രോ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുറന്ന പുൽമേടാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചുറ്റും മലനിരകളാൽ മൂടപ്പെട്ട് കിടക്കുവാണ്. അതുപോലെ തന്നെ സ്കിഡോ എന്ന് പറഞ്ഞൊരു പർവ്വതം നമുക്ക് ഇവിടുന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർ പിക്നിക്കിനായിട്ടും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കെസ്വിക് ഫെസ്റ്റിവൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഫെസ്റ്റിവലാണ്. അങ്ങനെ നമ്മൾ ഗ്ലെൻഫിനാൻ സ്മാരകത്തിൻ്റെ അടുത്തെത്തിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1745 ബോണി പ്രിൻസ് ചാർലി എന്ന് പറയുന്ന ഒരു രാജാവ് തൻ്റെ രാജകീയ പതാക ഉയർത്തി ജേക്കബൈറ്റ് കലാപം ആരംഭിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. അപ്പം ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1815 നമ്മൾ ഈ കാണുന്ന ഉയരമുള്ള സ്മാരകം സ്ഥാപിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലെൻഫിനാനൊക്കെ കണ്ട് കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ട് എത്തിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. കാര്യം ഈ ട്രെയിൻ പോകുന്നത് ഏകദേശം 4-5 പ്രാവശ്യം മാത്രമേ നമ്മൾ ഒരു ദിവസം ഇത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു സമയത്താണ് നമ്മൾ ചെന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റി. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോകപ്രശസ്തമായ ഗ്ലെൻഫിനാൻ വിയാഡക്റ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹാരി പോട്ടർ മൂവിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. 21 വലിയ തൂണുകൾ കൊണ്ടാണിത് പണിതിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ജേക്കബറ്റ് സ്റ്റീം ട്രെയിൻ എന്ന വിനോദസഞ്ചാര തീവണ്ടി ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 to 170 പൗണ്ടാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലെൻഫിനാൻ വിയാഡക്റ്റിലോട്ട് നടന്നു പോകുന്ന വഴി നമ്മൾ കണ്ടതാണ് കോയിൻ ട്രീ. അപ്പം ഇതൊക്കെ ഒരു പണ്ടത്തെ ആൾക്കാരുടെ വിശ്വാസമാണ്. അതായത് ഇവിടെ നമ്മളിങ്ങനെ കോയിൻ ഒരെണ്ണം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്നുള്ള ഒരു കൺസെപ്ഷനാണ് ഇതിനുള്ളത്. ഇത് അവസാനം നമ്മൾ കാണാനുള്ള സ്ഥലത്തെത്തിക്കുകയാണ്. നീസ്റ്റ് പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഗ്രാഫർമാരുടെ പറുദീസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പറയാൻ കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് അതിങ്ങനെ പറയാൻ കാരണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വംശനാശം നേരിടുന്ന മിങ്കെ തിമിംഗലങ്ങളെയും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ, ബൈ ബൈ.